ഈ മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 117/2025 ദ ഫേദർ പവർ ലോണ്ടറി അറ്റൻഡന്റ് മേസൺ ഓർ സ്വീപ്പർ LGS or ആയ പോസ്റ്റിലേക്ക് നടന്ന എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച 20 ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എക്കകത്ത് 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്നുണ്ടായിരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം 8.5 ഇൻറ്റു 6.3 ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വില എന്ത്? സോ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ഡെസിമൽ നമ്പറുകളാണ്. ഒന്ന് 8.5ഉം 6.3. രണ്ട് ഡെസിമൽ നമ്പറിൽ ദശാംശ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിനകത്ത് ലൈക്ക് നമ്പേഴ്സിനകത്ത് എത്ര ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു അത്രയും തന്നെയാവും ആൻസറിൽ ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ 8.5 ഒരു ഡെസിമൽ പൊസിഷനും 6.5 ഒരു ഡെസിമൽ പൊസിഷൻ ഉള്ളത് കൊണ്ട് കെയിൽ എന്തുണ്ടാവും? കെയിൽ എന്ന് പറയുന്നത് രണ്ട് ഡെസിമൽ പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നോർമൽ ആയിട്ട് നമ്പർ എടുക്കുക. 85ഉം 63. 85നെയും 63നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 15 ശിഷ്ടം 1 8 3 24 1 25 6 30 0 ശിഷ്ടം 3 6 8 48 3 51 5 5 2 1 3 5 53 55 അപ്പം 5355 എന്ന് കിട്ടും. പിന്നെ നമ്മുടെ തന്നിരിക്കുന്ന നമ്പറിനകത്ത് ഓരോരോ ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് ആൻസറിനകത്ത് 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. സോ 5355ലേക്ക് 2 ഡെസിമൽ പ്ലേസിന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 53.55 ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണസംഖ്യ. ഏതെങ്കിലും കുറെ നമ്പറുകൾ തന്നിട്ട് അവയെ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എണ്ണസംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF അഥവാ ഉസാഗയാണ്. സോ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ 135 എടുക്കുക, 75 എടുക്കുക, 90 എടുക്കുക. HCF കണ്ടുപിടിക്കാൻ 3ഉം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 27 × 3 135, 27 × 5 135, 15 × 5 75. ഇതെന്ന് പറയുന്നത് 18 × 5 90. സോ 27 × 5 135, 15 × 5 75, 18 × 5 90. 3ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ എടുത്താൽ 9 × 3 27, 3 15, 6 3 18. 9നും 5നും 6നും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളൊന്നുമില്ല. സോ HCF എന്ന് പറയുന്നത് അല്ലെ ഉസാഗ എന്ന് പറയുന്നത് 5 × 3 15. 15 ആയിരിക്കും ഇവിടുത്തെ HCF അത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്ക്വയർ റൂട്ട് ഓഫ് ബ്രാക്കറ്റിൽ 9 + 16 ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സിന്റെ വില എന്ത്? നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 + 16 എന്ന് എഴുതാം. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിൽ 9ഉം 16ഓടെ കൂട്ടിയാൽ 25 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 25. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് +or-5 ആണ്. പക്ഷെ ഓപ്ഷനകത്ത് +5 മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. കാരണം 5ന്റെ സ്ക്വയറും 25 ആണ്, -5ന്റെ സ്ക്വയറും 25 ആണ്. അതുകൊണ്ട് √25 എന്ന് പറയുന്നത് +or-5 ആണ് വരിക. അടുത്ത ചോദ്യം 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? 108 km/h. അതായത് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 108 km ആണ്. അങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 108 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 6 108. സോ 30 മീറ്റർ/സെക്കൻഡിന് കിട്ടും. അതായത് അതിന്റെ അർത്ഥം 1 സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിക്കും. 1 സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിക്കും. നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 60 സെക്കൻഡ് വരും. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 60 സെക്കൻഡ് വരും. അതായത് 1 സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 60 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? 60 × 30 1800 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 1 മിനിറ്റ് കൊണ്ട് 1800 മീറ്റർ സഞ്ചരിക്കും. ഓപ്ഷൻ എ 1800 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 400 രൂപയുള്ള വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? സോ 400 രൂപയാണ് ഒരു സാധനത്തിന്റെ വില. അപ്പൊ 400 രൂപ എന്ന് പറയുന്നത് ആ സാധനത്തിന് 100% വിലയാണ്.
നമുക്ക് വേണ്ടത് 12% ലാഭം ലഭിക്കണം. അതായത് ആ പറയപ്പെടുന്ന വസ്തുവിനെ 112% നമ്മൾ വിൽക്കണം. അപ്പൊ 400ന്റെ 100% 400 തന്നെ. അപ്പൊ 400ന്റെ 112%, 112 ഡിവൈഡ് ബൈ 100, 0 0 ക്യാൻസൽ ആയിപ്പോയി. 112 × 4, 12 4 48. അപ്പൊ 400 + 48 448 എന്ന് കിട്ടും. അതായത് 400 രൂപ വിലയുള്ള സാധനം 448 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 12% ലാഭം ലഭിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 12% ലാഭം കിട്ടും. അടുത്തത്, 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 ലഭിക്കും? ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി എന്താ പറയുക, ഓപ്ഷൻസിൽ ഇതിനെ, ഫോർ എക്സാമ്പിൾ 2ൽ നിന്ന് എത്ര കുറച്ചാൽ, 2ൽ നിന്ന് എക്സ് കുറച്ചാൽ 0.99 കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 2 - 0.99 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, 2 മൈനസ്, അപ്പൊ 2ൽ നിന്ന് 2 നമുക്ക് നമ്മളെടുത്താൽ 2 മൈനസ് 0.99 കുറയ്ക്കണം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 2ലേക്ക് 0 ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ 0 ആയതുകൊണ്ട് 1 കടമെടുത്താൽ 10ൽ നിന്ന് 9 പോയാൽ, 10ൽ നിന്ന് 9 പോയാൽ നമുക്ക് 1 കിട്ടും. അപ്പൊ 1 കടമെടുത്തിരിക്കുന്നുണ്ട്, ഇവിടെ 9 ആയി. 9 - 9 എന്ന് പറഞ്ഞ 0 ആയി. ഇവിടെ ബാക്കി 1 ഉള്ളൂ, 1.01 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസിനെ 0.9 കൊണ്ട് കൂട്ടി നോക്കുമ്പോൾ 2 കിട്ടുമെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് 1.1 പ്ലസ് 0.99 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 9, 9 1 10 ശിഷ്ടം 1 2, 2.09 എന്ന് കിട്ടും. സോ ഒന്നാമത്തെ ഓപ്ഷനിലാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് 1.11 പ്ലസ് 0.99, 9 1 10 ശിഷ്ടം 1, 9 2 11 ശിഷ്ടം 1, 2.10 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ അല്ലെന്ന് മനസ്സിലായി. മൂന്നാമത്തെ എടുത്ത് 1.10 പ്ലസ് 0.99 കൂട്ടാനായിട്ട് 9 പ്ലസ് 0 9, 9 1 10 ശിഷ്ടം 1, 1 1 2, 2.09 എന്ന് കിട്ടി. അപ്പൊ അതും അല്ലെന്ന് മനസ്സിലായി. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാലോ, 1.01 പ്ലസ് 0.99 കൂട്ടിയാൽ 9 1 10 ശിഷ്ടം 1, 9 1 10 ശിഷ്ടം 1, 2.00 എന്ന് കിട്ടി. അപ്പൊ രണ്ട് തന്നെ കിട്ടി. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്, 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അതായത് നമുക്ക് ആ ടാങ്കിനകത്ത് ബേസിക്കലി 3/5 ഭാഗം വെള്ളമുണ്ട്, 80 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. അതായത് ബേസിക്കലി 80 ലിറ്റർ എന്ന് പറയുന്നത് ടാങ്കിന്റെ 2/5 ആണ്. കാരണം അത് ടാങ്കിനകത്ത് മൊത്തമുള്ളത് ഒരു പാർട്ടാണെങ്കിൽ അതിൽ 3/5 പാർട്ട് വെള്ളമുണ്ട്, 80 ലിറ്ററോട് ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. അപ്പം 3/5 മിച്ചം എത്രയുള്ള 1 - 3/5 എന്ന് പറയുമ്പോൾ 5 - 3 2/5. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റിയുടെ 2/5 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, 80 ലിറ്റർ എന്ന് പറയുന്നത് ആണ്. 80 ലിറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റി 8 ആണെങ്കിൽ അതിന്റെ 2/5 ഭാഗമാണ് 80 എന്ന് പറയുന്നത്. 80നെ 2 ക്യാൻസൽ ചെയ്ത് 40 കിട്ടും. Therefore x എന്ന് പറയുന്നത് 40 × 5 200, 40 × 5 200 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 200 ലിറ്റർ ആയിരിക്കും. സോ അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 1225 എന്ന് പറയുന്നത് 35 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.1225 എത്രയാണ്? സോ ബേസിക്കലി റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു നമ്പറിന്റെ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ റൂട്ടിനകത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അതിന്റെ നേരെ പകുതി ഡെസിമൽ പ്ലേസ് ആയിരിക്കും നമ്പറിൽ ഉണ്ടാവുക. അപ്പൊ 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 ആണെങ്കിൽ 0.1125 എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 4 ദശാംശമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസറിൽ എന്ന് പറയുന്നത് 2 ദശാംശമായിരിക്കും ഉള്ളത്. ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 1225 എന്ന് പറയുന്നത് 35 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.1225 4 ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ 0.35 എന്ന് കിട്ടും. സോ അതായത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. കാരണം നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയർ റൂട്ടിലുള്ള നമ്പറിൽ 4 ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ്, 35ൽ 2 ഡെസിമൽ പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 0.35 എന്ന് കിട്ടും. ഓക്കെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്ന് നേടിയത് 6, 5, 20, 24 റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്ര? സോ ബേസിക്കലി ശരാശരി കണ്ടുപിടിക്കാനായിട്ട് മുഴുവൻ റൺസുകളെ നമ്പർ ഓഫ് മാച്ചുകളെ, നമ്പർ ഓഫ് കളികൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 6, 50, 20, 24 ഇതിലൂടെ കൂട്ടി എന്ത് കിട്ടും? 24 + 6 100, 30 + 20 50, 50 + 50 100. എത്ര കളികളുണ്ട്? കളികളുടെ എണ്ണം 4, 100 ഡിവൈഡ് ബൈ 4 25. കളിക്കാരന്റെ ശരാശരി റൺസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 25 റൺസ് ആയിരിക്കും.
അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36 ഉസാഗ 5 ആണെങ്കിൽ LCM ലസാഗു എത്രയാണ്? സോ ബേസിക്കലി ഉസാഗിയും ലസാഗുവും രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. നമുക്കിത് പെട്ടെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ 40 9 എടുക്കുന്നു. 40 9 എടുത്താൽ അതിന്റെ HCF എന്ന് പറയുന്നത് നമ്മൾ 10 അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ 4 കിട്ടി, 5 കിട്ടി. 5നും 4 കോമൺ ആയിട്ട് ഒന്നുമില്ല. സോ അതായത് അതിന്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇതിന് LCM എന്ത് വരും? I4 20, 28 10 200, I4 20, 28 10 200. സോ LCM എന്ന് പറയുന്നത് ലസാഗു എന്ന് പറയുന്നത് 200 എന്ന് കിട്ടി. ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? എക്സും വൈയുടെ രണ്ട് നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്ത് 40 × 9 2000 എന്ന് കിട്ടും. സോ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും HCF ഉം LCM കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സംഖ്യയുടെ ഗുണനഫലം കിട്ടും. അപ്പൊ സംഖ്യയുടെ ഗുണനഫലം 36 ആണെങ്കിൽ ഉസാഗ എന്ന് പറയുന്ന 3 ആണെങ്കിൽ ഉസാഗ × ലസാഗു ആയിരിക്കും സംഖ്യയുടെ ഗുണനഫലം. സോ LCM എന്ന് പറയുന്നത് 36 / 3 12 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. 22 27 31 34 36. 22നോട് കൂടി 5 കൂട്ടിയാൽ 27 കിട്ടും. 27നോട് കൂടി 4 കൂട്ടിയാൽ 31 കിട്ടും. 31നോട് കൂടി 3 കൂട്ടിയാൽ 34 കിട്ടും. 34നോട് കൂടി 2 കൂട്ടിയാൽ 36 കിട്ടും. 36നോട് കൂടി 1 കൂട്ടിയാൽ 37 കിട്ടും. 36നോട് കൂടി 1 കൂട്ടിയാൽ 37 കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിന് CJKV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ രമ എന്നതിനുള്ള കോഡ് എന്ത്? സോ ബിജു എന്ന് പറയുന്നതിന് CJKV. എന്താണ് കോഡുകൾ തമ്മിലുള്ള ബന്ധം? B കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് C, I കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് J, J കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് K, U കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് V. അപ്പം കോഡ് എന്ന് പറയുന്നത് ആ വേർഡിലെ ലെറ്റേഴ്സിന്റെ നെക്സ്റ്റ് ടൈം ആണ്, നെക്സ്റ്റ് ലെറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രമ എന്ന് പറയുന്നത് എന്ത് വരും? R കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് S, E കഴിഞ്ഞ അടുത്ത ലെറ്റർ F, M കഴിഞ്ഞ അടുത്ത ലെറ്റർ N, A കഴിഞ്ഞ അടുത്ത ലെറ്റർ B. അപ്പൊ SFNB ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. തന്നിൽ തരുന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ത്? ബേസിക്കലി ത്രികോണം അഥവാ ട്രയാങ്കിൾ, ദെൻ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ, ദെൻ എന്താണ്? വൃത്തം, നെക്സ്റ്റ് പഞ്ചഭുജം അഥവാ പെന്റഗൺ. സോ ബേസിക്കലി ത്രികോണവും ചതുർഭുജവും പഞ്ചഭുജവും എന്ന് പറയുന്ന എല്ലാം എന്താണ്? പോളിഗൺ, ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺ ആണ്. വൃത്തം എന്ന് പറയുന്നത് ഒരു ബഹുഭുജമോ പോളിഗണോ അല്ല. സോ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി വൃത്തമാണ്. ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ 5 മടങ്ങാവും. എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? സോ അപ്പുവിന്റെ വയസ്സ് X ആയിട്ട് എടുത്താൽ അമ്മയുടെ വയസ്സ് 9 മടങ്ങെന്ന് പറയുമ്പോൾ 9X. 3 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പുവിന്റെ വയസ്സ് X+3 ആവും. അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് 9X+3 ആവും. തന്നിരിക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാകും അമ്മയുടെ വയസ്സ്. സോ X+3 × 5 ആണ് 9X+3 എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 5X + 15 = 9X+3 എന്ന് കിട്ടും. X ഉള്ള ടൈമിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ 9X - 5X = 15 - 3 = 12 എന്ന് കിട്ടും. അതായത് 4X = 12 എന്ന് കിട്ടും. X എന്ന് പറയുന്നത് 12/4 3 എന്ന് കിട്ടും. X 3 ആണെങ്കിൽ 9X എന്ന് പറയുന്നത് 27 കിട്ടും. ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 24 വയസ്സ്. സോ അവ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര വയസ്സ് കൂടുതലുണ്ട്? 24 വയസ്സ് കൂടുതലുണ്ട്. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 18 - 4 × 8 / 2. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബോർഡ് മാസ് റൂൾ ആണ്. ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ബ്രാക്കറ്റില്ല, അത് കഴിഞ്ഞ് ഓഫ് ഇവിടില്ല, പിന്നെ ഡിവിഷൻ ഉണ്ട്. 8 / 2 4 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് കിട്ടും? 4 × 4 16 എന്ന് കിട്ടും. പിന്നെ ചെയ്യേണ്ടത് അഡീഷൻ ഇല്ല, പിന്നെയുള്ളത് സബ്സ്ട്രാക്ഷൻ. സോ 18 - 16 = 2 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം, 18 - 4 × 8 / 2. ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പൊ എന്തുകൊണ്ട്? 4 × 4 എന്ന് പറഞ്ഞ 16. 18ൽ നിന്ന് 16 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും. അപ്പൊ നമ്മൾ ആ ഓർഡർ അതേപടി ഫോളോ ചെയ്യണം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര് 17 19 21 23. ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനകത്ത് 17ഉം
19ഉം 23 എന്ന് പറയുന്ന പ്രൈം നമ്പറുകളാണ്. അതായത് ആ നമ്പറുകളുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പറും ഒന്നും മാത്രമാണ്. ബട്ട് 21 എന്ന് പറയുന്നത് 7 × 3 ആണ്. അതെ 1, 21, 7, 3 ഒന്നും ആ നമ്പരും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ 21 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്. 62k എന്ന മൂന്നക്ക സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏത്? ഏതെങ്കിലും ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒരു 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അതായത് 6 + 2 + k എന്ന് പറയുന്നത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 6 × 2 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ 9 എന്ന് പറയുന്ന ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 1 എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരും. 6 + 2 8, 8 + 4 12, 12 എന്ന് പറയുന്ന 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 4 ഇവിടെ ആൻസർ ആയിട്ട് വരാം. 6 × 2 8, 8 × 3 11, 11 എന്ന് പറയുന്ന 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ വരത്തില്ല. 6 + 2 8, 8 7 15, 15 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതും വരാം. സോ 1ഉം 2ഉം 4ഉം കെയുടെ സ്ഥാനത്ത് വരാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമതിരിക്കുന്നു. അതായത് ഈ ചെടി 32ാമതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ 31 ചെടികളുണ്ട്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 17ാമതിരിക്കുന്നു. അതായത് പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടിക്ക് പിന്നിലായിട്ട് 16 ചെടികളുണ്ട്. എങ്കിൽ ആ വരിയിൽ എത്ര റോസാ ചെടികളുണ്ട്? 31 + 16 47 + 1 48. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. 5 എന്ന് പറയുമ്പോൾ കലം. 1 കലം എന്ത് ചെയ്തു? കലം അടുക്കളയിൽ വെച്ചു. ഓക്കെ. ദെൻ 2 അടുക്കളയിൽ അടുപ്പ് വെച്ചു. സോ കണക്ട് ആവത്തില്ല, കാരണം അവ തമ്മിൽ ലോജിക്കൽ കണക്ഷൻ വരുന്നില്ല. ഓപ്ഷൻ ബി നോക്കിയാൽ 2 എന്ന് പറയുന്നത് അടുപ്പ്, 1 എന്ന് പറയുന്നത് അടുപ്പ് അടുക്കളയിൽ വെച്ചു. ഓക്കെ ഫൈൻ. അതിനുശേഷം 5 കലം അടുക്കളയിൽ കലം വെച്ചു, കണക്ഷൻ വരത്തില്ല. ദെൻ ഓപ്ഷൻ എ നോക്കിയാൽ 5 എന്ന് പറയുമ്പോൾ കലം, 2 എന്ന് പറയുന്ന കലം അടുക്കളയിൽ വെച്ചു. ഫൈൻ. ദെൻ കലം അടുപ്പിൽ വെച്ചു. 5 2 കലം അടുപ്പിൽ വെച്ചു. ദെൻ 1 അടുപ്പ് എവിടെയുണ്ട്? അടുക്കളയിലുണ്ട്. ദെൻ 1 എന്ന് പറയുന്നത് 4. അപ്പൊ എന്തുണ്ട്? വീട്ടിൽ, വീട്. അപ്പൊ അടുക്കള എവിടെയാണ്? വീട്ടിലാണ്. ദെൻ 4 എന്ന് പറയുന്ന അടുത്ത 3. വീട് തന്നെ ഗ്രാമത്തിന്റെ ഭാഗമാണ്. എന്നൂടെ പറയാം. സോ കലം ഫസ്റ്റ് വൺ. അതിനുശേഷം ഫസ്റ്റ് വൺ കലം വരും. കലം അടുപ്പിൽ വെച്ചു 2. അടുപ്പ് അടുക്കളയിലാണ് 3. അടുക്കള വീട്ടിലാണ് 4. വീട് ഗ്രാമത്തിന്റെ ഭാഗമാണ് 5. സോ എന്താ ഓർഡർ വരിക? 5 2 1 4 3. 5 2 1 4 3. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയും. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. വടക്കോട്ട് നേരെ നോർത്തേൺ ഡയറക്ഷനിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട്. സോ നമ്മൾ നോക്കിയാൽ ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. സോ 8 കിലോമീറ്റർ വടക്കോട്ട്. സോ നേരെ വരയ്ക്കണം. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം കിഴക്കോട്ട് റൈറ്റ് സൈഡിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് ഇതിന്റെ വലത്തോട്ട് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഈ പോയിന്റിന്റെ വലത്ത് താഴോട്ടും ഇടത്ത് മുകളിലോട്ടുമാണ്. സോ വലത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ദെൻ ഈ പോയിന്റിൽ നിന്ന് വലത്തോട്ട് 4 കിലോമീറ്റർ. ഈ പോയിന്റിന്റെ വലത്ത് ഇങ്ങോട്ടും ഇടത്ത് ഇങ്ങോട്ടുമാണ്. സോ വലത്തോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഈ പോയിന്റ് തിരിച്ചെത്തി. കാരണം ഇത് 4 ആണ്, ഇത് 4 ആണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം ഇവിടെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അതിന്റെ വടക്ക് ദിശയിൽ 2 കിലോമീറ്റർ. വടക്ക് ദിശയിൽ 2 കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ചോദ്യ പേപ്പറിനകത്ത് ചോദിച്ച മാത്സ് പാഠങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.